പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്ക് എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ. ഭയങ്കര രസമാണ്. ചെമ്പരിയാടുകളും കുതിരകളും ഇങ്ങനത്തെ ചെറിയ ചെറിയ ഡോം പോലത്തെ വീടുകളും ഭയങ്കര രസമാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാനായിട്ട്. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ മാത്രമാണ് ഇവിടെ കാണാനുള്ളൂ. അല്ലാണ്ട് ഇവിടെ ഒന്നുമില്ല, വില്ലേജുകളില്ല, വീടുകളില്ല. ഇങ്ങനെ ഫുൾ ഗ്രീനറിയും മലയും ഇങ്ങനത്തെ ചെറിയ ചെറിയ വീടുകൾ മാത്രം. ഇടയ്ക്കൊക്കെ റെസ്റ്റോറൻറ്റ്സ് കാണാം, പിന്നെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് താമസിക്കുന്ന സ്ഥലം കാണാം. ഓ എല്ലാവരുടെയും സോ ബ്യൂട്ടിഫുൾ. ഭയങ്കര രസമാണ് ഇത് കണ്ട് ഇങ്ങനെ ഇതുവഴി പോവാൻ. ഈ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ കസാക്കിസ്ഥാൻ എത്തും കേട്ടോ. അത് ഇവിടെ ഈ കാണുന്ന റോഡ് തലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, അതുവഴിയാണ് പോകുന്നത്. കണ്ടോ ഇവിടെ എത്ര ദൂരം ഉണ്ടെന്ന് എനിക്കറിയില്ല. അതിൻ്റെ എൻട്രിയാണ് കാണുന്നത്. യെസ് എന്തോ ആള് പറയുന്നത്. അപ്പം അതുവഴി പോയി കഴിഞ്ഞാൽ കസാക്കിസ്ഥാൻ എത്തും. നേരെ പോയി കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ എത്തും. ഞാനൊന്ന് മൂത്രം ഒഴിക്കാൻ വന്നതാ. ഓ സ്വർഗത്തിൽ ഇന്നാ മൂത്രം ഒഴിക്കണേ. എന്താ അടിപൊളിയാ. ഇവിടെ ഹൈ ആൾട്ടിറ്റ്യൂഡാ. ഹൃദയം ഇങ്ങനെ വേദന എടുക്കണം. നോക്ക് അവിടെ കണ്ട മല, വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ട. വാട്ടർഫോളാണ് കാണുന്നത്. നോക്ക് നമ്മളുടെ വണ്ടി. വാവ്, ഇതാണ് വഴി. ഇറങ്ങി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഓ നല്ല തണുപ്പും ചെറിയ മഴയും നല്ല തണുത്ത കാറ്റും. വാവ്, ശരിക്കും നാച്ചുറലി വേൾഡ് എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ. അടിപൊളിയാണ്, നൈസായിട്ടുണ്ട്. മൗണ്ടെയിൻസ് ഒക്കെ കാണാൻ അടിപൊളി. നോക്ക് ഇതുണ്ടോ, വാവ് ഗ്രീനറി ഉണ്ടോ. ഞാൻ നല്ല ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ളത് 3000-ന് മുകളിൽ എവിടെ എത്രയോ ആണ്. അതുകൊണ്ട് എനിക്ക് ബ്രീത്ത് കുറഞ്ഞിവിടെ. അതുകൊണ്ട് എനിക്ക് ശ്വാസം എന്തോ പോലെ, പെട്ടെന്ന് ഇങ്ങോട്ട് ഓടും കൂടെ ചെയ്തപ്പോൾ എന്തോ പോലെ. ഇവിടെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേ ഫുള്ളി എനിക്ക് ഫുഡ് വാങ്ങി തരികയാണ് കേട്ടോ. ഞാൻ വേണ്ടെന്ന് 1000 വട്ടം പറഞ്ഞു. എനിക്ക് കാര്യമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറേ ബിസ്ക്കറ്റ് അതൊക്കെ തിന്നിട്ട് ആൾ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ റോള് മേടിച്ചിട്ടോ. ആൾ വേറെന്തോ ചിക്കൻ എന്തോ പറഞ്ഞിട്ടുള്ളത് ആൾക്ക് വിശക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനിനി രാത്രിയായിപ്പോൾ സമയം 8:30 ആയിട്ടുണ്ട്. ട്രക്കിൽ വന്നുകൊണ്ട് തിരിച്ച് താഴേക്ക് ഇറക്കായതുകൊണ്ട് ഫുള്ള് ഇതായി. ഞാനൊന്ന് കണ്ണടഞ്ഞു പോയി, പക്ഷേ ഉറങ്ങാനൊന്നും പറ്റിയില്ല. നല്ല ക്ഷീണത്തിൽ ഒന്ന് കണ്ണടച്ചതുള്ളൂ. അപ്പോൾ ഇനി എവിടെയെങ്കിലും ടെൻ്റ് അടിക്കണം, സ്റ്റേ എവിടെയെങ്കിലും കണ്ടുപിടിക്കണം. ഈ പുള്ളിക്കാരൻ എന്നെ വിടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവസാനം ഞാൻ എന്തൊക്കെയോ ട്രാൻസ്ലേറ്റ് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് വട്ട് പിടിച്ച് 2 മണിക്കൂറായി ഞാൻ തിരിഞ്ഞ് കളിക്കുന്നത്. ഇപ്പം സമയം 9:30 ആയിട്ടുണ്ട്. ഞാൻ 8 മണി ആ ടൈമിൽ എത്തിയതാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ വിടുമെന്ന് വിചാരിച്ച് ആൾ അവിടെ ഇവിടെ സ്റ്റേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞ്. അങ്ങനെ ഇപ്പം ഇത്രയും ലേറ്റായിട്ട് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം ഞാൻ കണ്ടുപിടിക്കണം. ഈ ഒരു ടൈമിൽ പണിയാണ്. ടെൻ്റ് അടിക്കാനാണെങ്കിലും ആൾക്കാർക്ക് ചോദിച്ചിട്ടേ ടെൻ്റ് അടിക്കാൻ പറ്റൂ. കാരണം സേഫ് ആണോ അല്ലേന്ന് അറിയണ്ടേ. നോക്കട്ടെ, ലെറ്റ്സ് സീ. നല്ല ആൾക്കാരാണ്, ഭയങ്കര സ്നേഹവും ഫ്രണ്ട്ലിയാണ്. ഞാനിത് അടുത്ത ട്രക്കിൽ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഈ പുള്ളിക്കാരനാണ് ഒടുക്കത്തെ പാട്ടും വെച്ച് ഞാൻ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാന്ന് വെച്ച് അയാൾ എന്നെ ഇറക്കി വിടുന്നില്ല കേട്ടോ. സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കുടുങ്ങി. എനിക്ക് ഉറക്കവും വരുന്നുണ്ട്, ഉറങ്ങാനും പറ്റില്ല. നല്ല സൗണ്ടിൽ പാട്ടും. ഞാൻ ഈ ട്രക്കിൽ തന്നെ ഓഷ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം എത്താനായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. എനിക്ക് ഉറക്കം വന്നിട്ട് ഒന്ന് ഉറങ്ങി വന്നുള്ള അപ്പോഴേക്ക് ആൾ വിളിച്ച്. ആൾ നല്ല പാട്ട് സൗണ്ടിൽ വെച്ചേക്കണേന് ആൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കിടക്കണേൻ്റെ അവിടെ തന്നെയാണ് സ്പീക്കർ. ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടായില്ല. ഇവിടെ ഇങ്ങനെ ഓരോ വില്ലേജിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എത്തും ഓഷ്, ഒരു 20 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അപ്പം ഞാൻ ഉറങ്ങാത്തതുകൊണ്ട് ഞാൻ ഹോസ്റ്റൽ എടുത്താലോ എന്ന് ആലോചിക്കുകയാണ്. തീരെ പറ്റണില്ല. കാരണം ഇപ്പം നല്ല അടിപൊളി വെതറാണ്. ഒരു 19 ഡിഗ്രി ഉള്ളൂ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ 37 ഡിഗ്രി ആവും. വെതർ ഇങ്ങനെ മാറുമ്പോൾ മനുഷ്യന് ഭ്രാന്ത് പിടിക്കും. തണുപ്പിന്ന് ചൂടിയും തണുപ്പ് ഇതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഹോസ്റ്റൽ ഏതെങ്കിലും AC ഹോസ്റ്റൽ എടുക്കുകയാണെങ്കിൽ നല്ല പോലെ ഒന്ന് ഉറങ്ങി തീർക്കണം എന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകാനുള്ളതാക്കാന്ന് വിചാരിച്ച് പ്ലാനുകൾ മൊത്തം തെറ്റി കിടക്കുകയാണ്. ഞാൻ ഇത്രയും പെട്ടെന്ന് ലിഫ്റ്റ് കിട്ടുമെന്ന് അറിഞ്ഞില്ല. ഇത്രയും നല്ല റോഡുകളാണെന്ന് അറിഞ്ഞില്ല. ഇങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ വേറെ കുറേ സ്ഥലങ്ങളൊക്കെ പോകുമായിരുന്നു. സമയമില്ലാന്ന് ഓർത്തിട്ടാണ് അങ്ങോട്ടൊന്നും പോകാൻ. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഉസ്ബെക്കിസ്ഥാൻ ബോർഡറിലെത്തി. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വേറെ ഏതെങ്കിലും സൈഡിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. കാരണം എനിക്കിനി ബാക്കി 3 ദിവസം കൂടെ ഉണ്ടാവും. 3 ദിവസം വെറുതെ കളയണ്ടല്ലോ.
എക്സ്പ്ലോർ ചെയ്യുക. ആകെ 7 ദിവസം നമുക്ക് വിസ കിട്ടിയിട്ടുള്ളൂ. ട്രക്കിൽ ഇത് എന്നെ ഇവിടെ കൊടുന്നാക്കിയിട്ട് ആൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കിനി ഇവിടെ നിന്ന് ഞാൻ ഹോസ്റ്റലും എല്ലാം എടുത്തിട്ട് പോകാനാണ് വിചാരിക്കുന്നത്, അവിടെ സ്റ്റേ ചെയ്യാൻ. ഞാൻ സൗണ്ടൊക്കെ പോയി തുടങ്ങി ഉറങ്ങാഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഹെക്റ്റിക് ട്രാവൽ ചെയ്യാണ്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഹോസ്റ്റലിലേക്ക് ഒരു 5 കിലോമീറ്റർ ഉള്ളൂ. ആ 5 കിലോമീറ്റർ എനിക്ക് ലിഫ്റ്റ് അടിക്കണം. ഈ റോഡ് സ്ട്രെയിറ്റ് തന്നെ പോകാനുള്ളത്. സിറ്റി എത്തുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ്. അപ്പോൾ ആള് വേറെ ഡയറക്ഷനിലായതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ ഇറങ്ങി. നല്ല അടിപൊളി സൺറൈസ് എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. സൺറൈസ് കാണുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ ഈ ഒരു വഴി 5 കിലോമീറ്റർ പോയാൽ മതിയേ. ഞാൻ പാല് മേടിച്ചിട്ടുണ്ടായിരുന്നു. പാല് തൈരായിട്ടുണ്ട്, ഫുള്ള് പുറത്തു കൂടെ ആയി. എൻ്റെ പാൻറ്റിലിങ്ങനെ ആയി. പാൻറ്റിലായപ്പോഴാണ് ഞാൻ നോക്കിയത്. നോക്കി ഓപ്പൺ ചെയ്ത് എടുത്തപ്പോഴാണ് കണ്ടത് ഭയങ്കര സ്മെല്ല് വന്നിട്ട് അതിങ്ങനെ പൊട്ടിയേക്കുന്നു. എനിക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ, ട്രക്ക്. താങ്ക് യു സോ മച്ച്. വലിയ ട്രക്കാണ്. സിറ്റിയിൽ എത്തുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഇറങ്ങണം കേട്ടോ. സിറ്റിയിലേക്ക് അവിടുന്ന് പിന്നെ 3 കിലോമീറ്റർ ഉണ്ട്. ഈ ഒരു ചെറിയ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രക്കായപ്പോൾ ട്രക്കാണേലും ഏതാണേലും കുഴപ്പമില്ല, പെട്ടെന്ന് എത്തൂ. 4 കിലോമീറ്ററും കൂടെ ഉള്ളൂ. ഇവിടെയൊക്കെ കൃഷിയിടങ്ങളാണ് കാണുന്നത്. ഈ അത്ര വലിയ സിറ്റി ഒന്നും അല്ല കേട്ടോ ഓഷ്, പക്ഷെ എന്നാലും അത്യാവശ്യം വലിയ സിറ്റിയാന്ന് തോന്നുന്നു. 2ാമത്തെ വലിയ സിറ്റിയാന്ന് തോന്നുന്നുണ്ട് ബിഷ്കേക്ക് കഴിഞ്ഞാൽ. ഈ പുള്ളിക്കാരൻ വേറെ ഏതൊക്കെയോ വഴിയിലൂടെയാണ് എടുത്തത്. എനിക്ക് പെരട്ടി പണിയായി. ഇപ്പം വീണ്ടും 5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഞാൻ അവിടെ ഇറങ്ങാന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ ഇറക്കുന്നില്ല, അവിടെ വണ്ടിക്ക് സ്പേസ് ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഞാൻ കറങ്ങി തിരിഞ്ഞ് വേണം എനിക്ക് പോകാനായിട്ട്. ഞാനിവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആൾ ഈ ഡയറക്ഷനിലാണ് പോയത്, എനിക്ക് ഈ ഡയറക്ഷനിലാണ് പോകേണ്ടത്. ഇനി 3 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 3 കിലോമീറ്റർ ലിഫ്റ്റ് അടിക്കണം. അത് 2-3 റോഡുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. സ്ട്രെയിറ്റ് 3 കിലോമീറ്റർ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ പകലായതുകൊണ്ട് കുഴപ്പമില്ല. മീൻസ് ഈ ഒരു ടൈമിൽ ട്രാഫിക് ഒക്കെ വരുന്നേ ഉള്ളൂ. എനിക്കൊരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇനി കുറച്ചൊരു പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എനിക്ക് പോകാനുണ്ട്. ഇംഗ്ലീഷും കൂടെ അറിയാത്തതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പാടായിരിക്കും. എന്തായാലും നോക്കട്ടെ. എനിക്കിത് അടുത്ത വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ആകെ 1 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. അതിന് അങ്ങോട്ടാണ് ആള് പോവാന്ന് എനിക്കറിയില്ല. ഇതെല്ലാം ആൾക്കാരാണെന്നറിയോ എന്നെ ഇവിടെ കൊടുന്നാക്കിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് എനിക്ക് ലിഫ്റ്റ് കിട്ടുന്നത്. വുഡ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഹോസ്റ്റലാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. എന്താ അവസ്ഥ ഒന്നും അറിയില്ല. ഈ ടൈമിൽ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുമോന്നും അറിയില്ല. രാവിലെ ആയിട്ടുണ്ട്. എൻ്റെ കോലം കണ്ടോ, മോക്ക് നോക്കി. ഞാനിങ്ങനെയാണ് കയറി ചെല്ലുന്നത്. ഈ ടൈമിൽ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇപ്പോൾ ഹോസ്റ്റൽ എടുക്കുന്നില്ല, ഒരു കാര്യമില്ല. എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് ബാഗ് അപ്പുറം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. എൻ്റെ അടുത്ത് ഇവിടെ സോഫയിൽ കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞ്. അപ്പം ഞാൻ സോഫയിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ എനിക്കറിയില്ല. എനിക്കിങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റാറില്ല. ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും 12 മണിക്ക് ചെക്ക് ഇൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. 12 മണി എല്ലാവരും കിടന്നുറങ്ങാണ്. അവരെണീച്ച് പോകുമ്പോഴേ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നു. ഞാനവിടെ ഹാളിൽ തന്നെ കിടന്നുറങ്ങി, അത്ര ടയർഡായിരുന്നു. ഇപ്പോൾ ഹോസ്റ്റലിൽ വന്ന്. ഇതാണ് ഹോസ്റ്റൽ. നല്ല അടിപൊളി ക്ലീൻ ആയിട്ടുള്ള ഹോസ്റ്റലാണ് കേട്ടോ. ഞാനിവിടെ സ്റ്റേ ചെയ്യാണ്. ഇവിടെ ഒരു ദിവസം ഒരു 750 റുപ്പീസ് ഇന്ത്യൻ റുപ്പിയേ വരുന്നുള്ളൂ. ഞാൻ ഓൺലൈനിലാണ് ബുക്ക് ചെയ്ത്, ഇവിടെ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഉറക്കം അവിടെ കണ്ടിട്ട് അവർ ഇപ്പം സമയം 1 മണിയായി. ഞാൻ അതുവരെ ഞാൻ ഉറങ്ങിയിട്ടോ, അത്രയും ടയർഡായിട്ടേ ഉറങ്ങിയത്. അപ്പം ഞാൻ ഹോസ്റ്റലിൽ ഇനി കുറച്ച് നേരം കൊണ്ട് കിടന്നിട്ട്, ഇനി ഉറങ്ങാൻ പറ്റില്ല, അതായത് കുറച്ചുകൂടെ കിടന്നിട്ട് വേണം പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. ഞാനവിടെ ഹാളിൽ തന്നെ കിടന്നുറങ്ങി, അത്ര ടയർഡായിരുന്നു. ഇപ്പോൾ ഹോസ്റ്റലിൽ വന്ന്. ഇതാണ് ഹോസ്റ്റൽ. നല്ല അടിപൊളി ക്ലീൻ ആയിട്ടുള്ള ഹോസ്റ്റലാണ് കേട്ടോ. ഞാനിവിടെ സ്റ്റേ ചെയ്യാണ്. ഇവിടെ ഒരു ദിവസം ഒരു 750 റുപ്പീസ് ഇന്ത്യൻ റുപ്പിയേ വരുന്നുള്ളൂ. ഞാൻ ഓൺലൈനിലാണ് ബുക്ക് ചെയ്ത്, ഇവിടെ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഉറക്കം അവിടെ കണ്ടിട്ട് അവർ ഇപ്പം സമയം 1 മണിയായി. ഞാൻ അതുവരെ ഞാൻ ഉറങ്ങിയിട്ടോ, അത്രയും ടയർഡായിട്ടേ ഉറങ്ങിയത്. അപ്പം ഞാൻ ഹോസ്റ്റലിൽ ഇനി കുറച്ച് നേരം കൊണ്ട് കിടന്നിട്ട്, ഇനി ഉറങ്ങാൻ പറ്റില്ല, അതായത് കുറച്ചുകൂടെ കിടന്നിട്ട് വേണം പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ. ഗുഡ് ഈവനിങ്. ഞാൻ ഹോസ്റ്റലിൽ തന്നെ ആയിരുന്നു. ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് അവിടെ റെസ്റ്റ് എടുത്തു, നല്ലപോലെ റെസ്റ്റ് എടുത്തു. ഫുള്ള് ഓട്ടമല്ലായിരുന്നോ. അപ്പം ഞാൻ വിചാരിച്ച് ഒരു വണ്ടി ലിഫ്റ്റ് അടിച്ച്, ആ വണ്ടി എനിക്ക് വേണ്ടി നിർത്തിയതാണോ എന്ന് സംശയമില്ലാതില്ല. ഇല്ലല്ലേ, എനിക്ക് വേണ്ടി നിർത്തിയതല്ല, വേറെ എന്തോ ആയിട്ട് നിർത്തിയതാന്ന് തോന്നുന്നു. ഫുള്ളാണ്. ഞാൻ ഇവിടുന്ന് ഓഷ് ടൗണിലേക്ക് പോവാണ്. ഹോസ്റ്റലിൽ നിന്ന് ഞാൻ ഫുള്ള് റെസ്റ്റൊക്കെ എടുത്ത് അവിടെ നിന്ന് ജസ്റ്റ് ഇനി ഫുഡ് കഴിക്കണം. ഞാൻ ഇന്നലെ രാത്രി കഴിച്ചാണ് കേട്ടോ. ആൾ എനിക്ക് വേണ്ടി നിർത്തിയാണോ? ഹലോ, വേർ ആർ യു ഗോയിങ്? Taxi no. Lift. Yeah, taxi no. Okay. ടാക്സി ആണെന്ന് വിചാരിച്ചിട്ടാണ് ആള് നിർത്തിയിട്ടുള്ളത് കേട്ടോ. ടാക്സി അല്ല.
ടാക്സി ഇവിടെ ടാക്സി ഒന്നും മനസ്സിലാവുന്നില്ല കണ്ടോ, പ്രൈവറ്റ് ആയിട്ടുള്ള വണ്ടി പോലെ തന്നെയാണ് തോന്നുന്നത്. സോ ഞാൻ ഇവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ച് പോകണോ, 3 കിലോമീറ്റർ ഉള്ളൂ. നോക്കട്ടെ, ഒരു ഉള്ളിലേക്കുള്ള വഴിയാണ്. ഏതെങ്കിലും വണ്ടി കിട്ടുകയാണെങ്കിൽ അങ്ങനെ പോവും, ലിഫ്റ്റ് അടിച്ചാണെങ്കിൽ അങ്ങനെ പോകും, എങ്ങനെയെങ്കിലൊക്കെ ഞാൻ പോവും. ഇതെൻ്റെ പുതിയ ബന്ധാനയാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എനിക്ക് ബന്ധാന ഭയങ്കര ഇഷ്ടമാണ്. ഇനിയും കാണുമ്പോൾ ഇനിയും മേടിക്കും ഞാൻ. സോ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, ഇന്നലെ രാത്രി കഴിച്ചതാണ് കേട്ടോ. ഇന്നലെ രാത്രി കുറച്ച് റോള് കഴിച്ചതാണ്, ഫുള്ള് കഴിച്ചില്ല. അത് കഴിച്ച പിന്നെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ടായില്ല. ബോഡിക്ക് റെസ്റ്റ് ഇല്ലാണ്ട് എന്താ പറയുക, ടയേർഡായിട്ട് നല്ല ടയേർഡായിരുന്നു. നിർത്തിയില്ല. നോക്കിയോട്ടെ, ഇത് അത്ര വലിയ സിറ്റിയൊന്നും അല്ല. ലെറ്റ്സ് നോക്കാം. എനിക്കിത് ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആളെങ്ങോട്ടാ പോകുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്തോ ചോദിക്കുന്നുണ്ട് അടുത്ത്. ആർക്കറിയാം, എങ്ങോട്ടേലും പോട്ടെ. താങ്ക് യു. ഞാൻ ചോദിക്കാം, കയ്യിലിടുന്ന സാധനം എവിടുന്ന മേടിച്ചിട്ടുണ്ട്. ഡെക്കാത്ലോണ്ട് എൻ്റെ കുറേ സാധനം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ വീട്ടിൽ വെച്ചിട്ട് നാട്ടിൽ വെച്ചിട്ട് വന്നിട്ടുള്ളത്. അതൊന്നും കൊണ്ടുവന്നിട്ടില്ല. എവിടെയാ പോണ്ടേന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ആള് എന്നെ പാർക്കിൽ കൊണ്ടാക്കിയിട്ടാണ് ഉള്ളത്. സോ ഞാനിനി ഇവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് അടിക്കണം, അതാണ് മെയിൻ ആയിട്ടുള്ളത്. സോ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വിശക്കുന്നുണ്ട് കേട്ടോ. ഗ്യാസ് കയറിയിട്ടുണ്ട് കുറേ നേരം ഒന്നും കഴിക്കാണ്ട്. നോക്കട്ടെ, ഞാനിവിടെ എവിടെയെങ്കിലും പോയിട്ട് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ്സ്, സ്ട്രീറ്റ് ഫുഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറേ ഐറ്റംസ് ട്രൈ ചെയ്യാം. കുറേ എന്തൊക്കെ മസ്റ്റ് ട്രൈ ഫുഡ്സ് എല്ലാം ഉണ്ട്, അതൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഈ ഒരു സംഭവം കൊള്ളാം കേട്ടോ. വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പാർക്കിൻ്റെ സംഭവം. എല്ലാവർക്കും പുള്ളപ്പും പുഷപ്പും ഒക്കെ എടുക്കാൻ പറ്റുന്ന നല്ല രസം ഏരിയ കണ്ടോ. പിള്ളേരൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നൊക്കെ കാണാം. ഇതേപോലത്തെ ഒരു ഏരിയ നമ്മളെ നാട്ടിലില്ല കേട്ടോ. പാർക്കിൽ പിള്ളേർക്കുള്ളതുണ്ട്, അല്ലാണ്ട് ഫുള്ളായിട്ടുള്ളൊരു സംഭവം. അത് വന്നാൽ നൈസായിരിക്കും. ഞാനിവിടെ കടലമുട്ടായും കഴിച്ചുകൊണ്ട് ഇവിടെ റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ് കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെയാണ് കേട്ടോ. സ്വന്തം കടയാണ്, സ്വന്തം ബിസിനസ്സാണ്. SK സ്വീറ്റ്സ് പീനട്ട്. എൻ്റെ ചങ്കാണ്, അവൻ്റെയാണ്. അവനെ ലാസ്റ്റ് കാലിക്കറ്റിന് കണ്ടപ്പോൾ അവനെനിക്ക് തന്നതാണ്. ഇപ്പോൾ ഉപകരിച്ച്. ഇപ്പോൾ നല്ല വിശന്നിരിക്കുമ്പോൾ ഇത് കഴിക്കുമ്പോൾ ഒരു എനർജി ബാറാണ്. ലൈക്ക് പെട്ടെന്ന് വിശക്കില്ല, വയറ് നിറയും. ഇപ്പം എനിക്കൊരു 2 കിലോമീറ്റർ നടക്കാണ്ട്. ഞാൻ റെസ്റ്റോറൻറ്റൊക്കെ നോക്കി 2 കിലോമീറ്റർ അപ്പുറേ കണ്ടത്. അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പോയി നോക്കട്ടെ. അപ്പോൾ 2 കിലോമീറ്റർ നടക്കാനുള്ള എനർജി ഇതിന്ന് കിട്ടും. സിറ്റി ആണെങ്കിൽ പോലും നല്ല പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റി. ഇവിടെ ഇപ്പോൾ നോക്ക്, വെള്ളത്തിലേക്കൊക്കെ ആൾക്കാർ ഇറങ്ങി പോകുന്ന കണ്ടാ. പിന്നെ അവിടെ പിള്ളേരൊക്കെ കുളിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. വേണ്ട, കുഞ്ഞി പിള്ളേരൊക്കെ കുളിക്കുന്നുണ്ട്. ഇതുവഴി എല്ലാവരും നടന്ന് വെള്ളത്തിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ എല്ലാവിടെയും ഇങ്ങനെ മൗണ്ടെയിൻസ് നിന്ന് വരുന്ന വെള്ളം ഉണ്ടാവും. ഇടയ്ക്കൊക്കെ റീഫിൽ ചെയ്യാനുള്ള വെള്ളം കാണാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല തണുത്ത വെള്ളം, ഫ്രീസ് ആയിട്ടുള്ള വെള്ളം കിട്ടാറുണ്ടേ. പൈപ്പിലൊക്കെ വരുന്ന ഭയങ്കര ഫ്രീസ് ആയിട്ടുള്ള വെള്ളമായിരിക്കും. ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായി. ഇത് ആളുകൾക്ക് നടക്കാൻ മാത്രമുള്ള വഴിയാണ് കേട്ടോ. ഇവിടെ സൈക്കിൾ ചെയ്യാം, അല്ലാത്ത വണ്ടികളൊന്നും വരൂല. സേഫായിട്ട് നടക്കാം പിള്ളേരൊക്കെ ആയിട്ട്. കണ്ടോ, മെയിനായിട്ട് എല്ലാവരും സൈക്കിളൊക്കെ ചെയ്ത് നടക്കുന്നു. പിന്നെ ഇതേപോലത്തെ കുറേ വണ്ടികളുണ്ട്. ഇവിടെ നോക്കിക്കേ, സ്കേറ്റിങ് ചെയ്യാൻ എന്തൊക്കെയോ ചെയ്യാനുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അതേ അവിടെ മെയിനായിട്ട് ഇവിടെ അതേ മറ്റേ ഓരോ സാധനങ്ങളുണ്ട്. സൈക്കിളൊക്കെ ഓർത്തിട്ടുണ്ടോ? നോക്ക്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മളെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളെ നാട്ടിലെ പിള്ളേർ ഇതൊന്നും പഠിക്കാത്തത്. എനിക്കൊന്നും ഈ സാധനങ്ങളൊന്നും അറിയില്ല. കിക്ക് സ്കൂട്ടറോ സ്കേറ്റിംഗ് ബോർഡ് ഇതൊന്നും ഉപയോഗിക്കാറില്ല. നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന അറിയുന്നവരുണ്ട്, പക്ഷേ ഇവിടുത്തെ പോലെ ഭയങ്കര കോമൺ അല്ല. കണ്ടോ, ഇവിടെ എല്ലാ പിള്ളേരും അത് ചെയ്യും. അപ്പോൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇവിടെ പഠിക്കാൻ തന്നെ അതിനുള്ള സ്പേസ് ഉണ്ട്. നമ്മുടെ അവിടെ ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. അപ്പോൾ കുറേ സ്ഥലത്തുണ്ടെങ്കിൽ കോമൺ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പാർക്കിൻ്റെ സൈഡിലൂടെയാണ് നടന്നു പോകുന്നത് കേട്ടോ. ഞാൻ ഇതുവഴി നടക്കുന്നതിൻ്റെ ഇടയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് 2 പേരെ കിട്ടിയിട്ട് ഹായ് എന്തിൻ്റെ വിശേഷം? മലയാളീസ് ആണോ. ഞാൻ അങ്ങോട്ട് പോയിട്ട് മലയാളിയാണോ എന്ന് ചോദിച്ചു. ഈ ഒരു ഡ്രസ്സ് ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇനി നോർത്ത് ഇന്ത്യൻ ആണോ എന്നുള്ളത്. അല്ല, ഇങ്ങനത്തെ ഡ്രസ്സ് ലൈക്ക് സാരി കൂടുതലും. ഇത് പിന്നെ ഓണം ആയതുകൊണ്ടും ഓണത്തിന്റെ ഇവിടെ കാണാൻ ഓണം വൈബ് ഉണ്ട്. എന്നെ കാണാൻ ശരിക്കും അതായത് ഞാൻ പറഞ്ഞു നോർത്ത് ഇന്ത്യയിലൊക്കെ. കാരണം ഇതെന്ന് പറയുമ്പോൾ കറക്റ്റ് ആ ഒരു കേരള സാരി, ആ ഒരു സംഭവം. പേരെങ്ങനെയാ? ലക്ഷ്മി ആതിര. ഓക്കെ. നാട്ടില് എറണാകുളം, ഇടുക്കി. ഇവിടെ MBBS പഠിക്കാം. എങ്ങനെയുണ്ട് ഇവിടുത്തെ ലൈഫ്? വെക്കേഷൻ പോയില്ല. അതെ, ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നു കൊറേ പേര് ഇപ്പൊ നാട്ടിലാണ് തോന്നുന്നു. സമ്മർ വെക്കേഷൻ ആണ് ഇപ്പൊ.
അതുകൊണ്ട് ഇപ്പൊ ഇവിടെ ഇന്ത്യൻസ് കുറവ്. അല്ലെങ്കിൽ ഇവിടെ കൂടുതൽ ഇന്ത്യൻസാണ്, ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ്. പക്ഷെ ഇപ്പൊ ഇന്ത്യൻസ് ആകെ ഒരു 10 പേരൊക്കെ മാക്സിമം ഇവിടെ ഉണ്ടാവും. ഞാനിങ്ങനെ ലിഫ്റ്റ് അടിച്ച് പോകുന്ന സമയത്ത് കുറെ പേര് എന്നോട് ചോദിച്ചു സ്റ്റുഡന്റ് ആണോ ആണോ അങ്ങനെയല്ല എന്നോട് ചോദിച്ചിട്ടായിരുന്നു. ടൂറിസ്റ്റ് ആയിട്ട് അധികം പേര് ഇവിടെ വരുന്നില്ല എന്ന് തോന്നുന്നു. ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ആണ്. ഏറ്റവും കൂടുതൽ ഹലോ മക്കൾ എന്ന് പറയുന്നത് ചിത്രനല്ലേ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം, എന്റെ ഫ്രണ്ടാ. സോ മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നടക്കാം. എങ്ങോട്ടാ വന്നിനിപ്പോ? ഇതുവഴി അങ്ങോട്ടാ. ഞാൻ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത് ആക്ച്വലി എന്തെങ്കിലുമൊക്കെ കഴിക്കാന്ന് ഓർത്തിട്ട്. നോ, ഇവരുള്ളതുകൊണ്ടാണോ ഇവിടെ എല്ലാരും ഫ്ലേർട്ട് ചെയ്യുന്നത്? എനിക്കറിയില്ല. ഞാൻ ഒറ്റയ്ക്ക് ഒരു പട്ടിക്കുഞ്ഞ് ഫൈൻഡ് ചെയ്യാറില്ല. ലൈക്ക് യൂഷ്വലി ലൈക്ക് ഒരു ഫ്ലേർട്ടിങ് അല്ലാതെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി എനിക്ക് ഫീൽ ചെയ്യാം. ഫ്ലേർട്ടിങ് എനിക്ക് ഫീൽ ചെയ്യാറില്ല. അതായത് ജസ്റ്റ് ഹായ് അങ്ങനെ ഹായ് പറഞ്ഞ ഹവയോ ചിരിക്കും. അത് നിങ്ങളുടെ കൂടെ ഉള്ളപ്പോ വേറെ ലൈക്ക് എനിക്ക് വേണ്ടി സാരിയെ കൊടുക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര എപ്പോഴും ഒരു പാട്ടും പാടും. അത് എന്റെ കടുപ്പ് പാടില്ലുണ്ട്. ലിഫ്റ്റ് അടിച്ച് വണ്ടി കയറുമ്പോ ജിമ്മി ജിമ്മി. അത് ഈ കസാക്കിസ്ഥാൻ ഭയങ്കര ഫേമസ് ആണല്ലേ. പിന്നെ നമസ്തേ. നല്ല രസമുണ്ട്. സാരി എല്ലാം എടുത്ത് അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. അപ്പൊ ഓണം ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാനാണ് പ്ലാൻ. നാട്ടിൽ പോവാതല്ലേ? ഓക്കെ, സെറ്റ്. ഇവരിതവിടെ എനിക്ക് ബോബ ടീ മറ്റേ സാധനം ഉണ്ടല്ലോ, എന്താ പറയണത്, ബബിൾ ടീ, ആ സാധനം അല്ലേ? ടീന്റെ ടേസ്റ്റ് ഉണ്ട് അതില്? അതോ പാലിന്റെ മാത്രമല്ലേ? ഇത് കപ്പ വെച്ചെങ്ങാണ്ടല്ലേ ഉണ്ടാക്കണേ? കപ്പ ഉണക്കിയിട്ട് ശർക്കരയാ, കപ്പയുടെ സ്റ്റാർച്ച് വെച്ചൊന്നുണ്ടാക്കുന്നത്. താങ്ക് യു. കുടിച്ചോക്ക. ഒന്ന് ഓറിയോവും പിന്നെ ഒന്ന് സ്നിക്കേഴ്സും ആണ് മേടിച്ചിട്ടുള്ളത് കേട്ടാ. നമ്മളിത് അവരുടെ അടുത്തേക്ക് സംസാരിച്ച് ഇനി വീട്ടിൽ ചെന്നിട്ട് എനിക്ക് എന്താ തരാ ഫുഡ്? ചോറും ചാളക്കറിയും. ചാളക്കറി ഇവിടുത്തെ ചാള അല്ലേ? ടിന്നിട്ട് ചാള. പാവം, നമുക്ക് രണ്ടുപേർക്കും ചാളയാണ് ഫേവറേറ്റ്. പക്ഷെ നമുക്ക് എന്താ ചെയ്യാ, വേറെ ഇവിടെ കിട്ടൂല. അതുകൊണ്ട് ടിൻഡിക്കോ. എനിക്ക് പിന്നെയും കുഴപ്പമില്ല, ഞാൻ നാട്ടിൽ നിന്ന് ഈ അടുത്ത് പോയപ്പോൾ കഴിച്ചായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സോ അതേ ഇതുവഴി ഇങ്ങനെ നടക്കുവാണ്. നമുക്ക് നടന്ന് വീട്ടിലേക്ക് പോകാനുള്ള ദൂരമുള്ളൂ. ഇവിടെ അതേ പാർക്കിലൊക്കെ ഇപ്പോഴും ഇവിടെ ലൈവാണ്. ഇങ്ങനത്തെ ഒരു പാർക്ക് നമ്മളെ നാട്ടിൽ വേണം അല്ലേ? ഈ ഒരു സമയത്ത് ഭയങ്കര കുറവാ. എസ്പെഷ്യലി ഫാമിലിക്കൊക്കെ വരാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ. പാർക്കിലും ഒരു ടൈപ്പ് വരുമാനവുമാണ്, ആൾക്കാർക്കൊരു വരുമാനവുമാണ്, ഒരു ലേഷർ ടൈമാണ്. കുറച്ച് ഫാമിലിയോട് സ്പെൻഡ് ചെയ്യാം, പ്രകൃതിയൊക്കെ കാണാം. നമ്മളെ നാട്ടിൽ അങ്ങനെ ഭയങ്കര കുറവാണ്. പക്ഷെ ഇവിടെ ഉണ്ടോ നല്ല ക്ലീനൊക്കെ ആയിട്ട് എല്ലാവരും സേഫ് ആയിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റും. ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരുന്ന് എല്ലാ പ്രായക്കാരും ഉണ്ട്. എസ്പെഷ്യലി കുട്ടികളൊക്കെ എല്ലാവരുടെയും ഓടി കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ മെയിനായിട്ട് കുട്ടികൾക്കുള്ളതാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കണ്ടോ കുറേ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇത് ഉടനീളം അങ്ങനെ പാർക്ക്, ഒരു വലിയ പാർക്കാ. ഈ സമയത്ത് എല്ലാവരും പാർക്ക്. ഇപ്പൊ സമയം എത്രയെന്നറിയോ? 10:30 ആയില്ലേ? 10:30 ആയല്ലേ? 10:30. ആ 10:30ക്കെല്ലാം ഇത്രയും ലൈവായിട്ട് ഇത്രയും ആൾക്കാരെല്ലാം ഉണ്ട്. നമ്മളെ നാട്ടിലാണെങ്കിൽ 10:30 എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും. അത് സമ്മറിലായാലും വിന്ററിലായാലും ഒക്കെ അങ്ങനെയാ. കണ്ടോ അവിടെയൊക്കെ ഇപ്പോഴും ലൈവായിട്ട് ആൾക്കാരിങ്ങനെ അതിലൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഉണ്ടോ ഇതിനെന്താ പറയുന്നത്? ഇതിന്റെ പേരെന്തായിരുന്നു? ടേബിൾ ടെന്നീസ് അതെല്ലാം കളിക്കുന്നുണ്ട്. അതിന് മാത്രമായിട്ടൊരു ഏരിയ. പൂളൊക്കെ കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. കുറേ അടിപൊളിയാണ്. കുറേ ഇങ്ങനെ നടക്കാനൊക്കെ ആയിട്ട് നൈസാണ്. അവള് പോവാണ്. വീട് എവിടെ? തൊട്ടടുത്ത്. ഓക്കെ, അപ്പൊ ഇനി വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, നൈസ് ടോക്കിംഗ് ടു യു. യാ, ഉറപ്പായും ബൈ ബൈ. അപ്പൊ നമ്മള് ഫുഡ് അടിക്കാനായിട്ട് ഇവളുടെ വീട്ടിൽ പോവാണ്. അവള് വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. ബൈ ബൈ. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ ആണ് കേട്ടോ പോകുന്നത്. ഞാൻ എന്തായാലും പോയിട്ട് ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ട് വീണ്ടും ഇതുവഴി വന്നിട്ടേ ഞാൻ പോകുള്ളൂ. ഫ്രണ്ട്സെല്ലാം വിളിച്ച് കുക്ക് ചെയ്യാം, സെറ്റാക്കാം, മന്തി കുക്ക് ചെയ്യാം. ഓ ഹാപ്പി. അതെ ഫുഡ് കഴിക്കാണ്. മീൻകറി, എന്തേ നല്ല മീൻകറിയും പിന്നെ എന്താ ടൂണയാണോ അത് ചാളയാണോ? ചാളയും നല്ല എന്തായാലും പറയണത് ചെമ്മീൻ, ഉണക്കച്ചെമ്മീൻ. കഴിക്കണല്ലേ നീ? വേണ്ട, നിന്റെ ഫുഡ് ഞാൻ കഴിക്കാം. നിന്റെ ഫുഡ് അവൾക്ക് കൊടുക്കാണ്ട് ഞാൻ ഒറ്റക്ക് ഇത് മൊത്തം കഴിച്ചു തീർക്കാണ് കേട്ടോ. അവള് കഴിക്കണ്ടെന്ന് വേണ്ടെന്ന് പറഞ്ഞോണ്ടാട്ടോ ഞാൻ കഴിക്കുന്നത്. അതെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. ഉണക്കച്ചെമ്മീനെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. അതെല്ലാം ഞങ്ങൾ കൊച്ചിക്കാരാ കൂടുതൽ ഇങ്ങനെ വെക്കുന്നത്.
ഇങ്ങനെ കൊള്ളാം. ഇങ്ങനെ വെക്കുന്നത്. ബാക്കി എല്ലാവരും ഇത് എന്താ ചെമ്മീൻ മറ്റേ പൊടിച്ചാ വെക്കുന്നത്. പൊടിച്ച് ഇത് ഫുൾ റോ ആയിട്ട്, എനിക്ക് ഇങ്ങനെ റോ ആയിട്ട് ഇഷ്ടപ്പെട്ടത്. ഇത് കൊള്ളാം. എനിക്ക് നാട്ടിൽ നിന്ന് ഞാൻ ഇത് കുറച്ചധികം പാക്കറ്റ് കൊണ്ടുവന്ന് ഇവിടെ വെക്കും. അപ്പൊ നമുക്ക് മടുക്കൂലേ, ഇപ്പൊ എന്തെങ്കിലും ഇവിടുത്തെ മടുക്കുമ്പോ നമ്മൾ ഈ നാട്ടിലത്തെ ഫീൽ കിട്ടാൻ കഞ്ഞി ഉണക്ക ചെമ്മീനൊക്കെ. വാവ്, സെറ്റ്. അടിപൊളി അടിപൊളി. ഞാനിത് ഈ ഹോസ്റ്റലാണ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ 2 ദിവസം സ്റ്റേ ചെയ്തു കേട്ടോ. ഞാൻ ആ മലയാളീസിനെ കണ്ടേ പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടില്ല, ലൈക്ക് ഹോസ്റ്റലിലേക്ക് വന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ 2 ദിവസം ബാഗും ഇതൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് പൈസ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് ഇറങ്ങാനൊക്കെ നിൽക്കുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.